Won't you wait for me? I need you to stay right there. I'm coming right away, my dear. I tried this, tried that, tried everything. Coming right back, right back. Won't you wait for me? I need you to stay right there. I'm coming right away, my dear. ഹായ് ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം നിങ്ങൾ ഈ എൻ്റെ പുറകിലും സൈഡിലായിട്ട് ആൾക്കാരെ കാണുന്നില്ലേ? ഇന്ന് നമ്മള് വിമല സെൻട്രൽ സ്കൂളില് സ്കേറ്റിംഗ് ക്യാമ്പ് നടക്കാണ്. അതിന്റെ കോച്ച് മിസ്റ്റർ വിനായകൻ നമ്മളോടൊപ്പം ഉണ്ട്, അവരുടെ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. ഇതിന്റെ മെയിൻ കാര്യങ്ങള് മിസ്റ്റർ വിനായകൻ നമ്മളോട് സംസാരിക്കും. ഈ സ്കൂളിന്റെ കോച്ചും ഈ ക്യാമ്പിന്റെ കോച്ച്, സ്കേറ്റിംഗ് ക്യാമ്പിന്റെ കോച്ചുമാണ് വിനായകൻ. വിനായക നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എത്ര ദിവസത്തെ ക്യാമ്പ് ഇവിടെ നടക്കണേ? ഇവിടെ 12 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത്. എന്ന് തുടങ്ങി? 1-ാം തീയതി തുടങ്ങി. April 1 to 12 വരെ നമ്മുടെ വിമല സെൻട്രൽ സ്കൂളില് സ്കേറ്റിംഗിന്റെ ക്യാമ്പ് നടക്കണം അല്ലേ? അതെ. ഹായ് നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? പറയൂ, ഇവിടുത്തെ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കേറ്റിംഗ് ക്യാമ്പിന്റെ പ്രത്യേകതകൾ? നമ്മൾ ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് റോൾ ബോൾ ആണ്. അത് കൂടാണ്ട് സ്പീഡും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ പ്ലേയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മെഡൽസ് ഒക്കെ വന്ന പിള്ളേരാണ്. അപ്പൊ മിസ്റ്റർ വിനായകനോട് ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ ഈ ക്യാമ്പിന് മാത്രമാണ്, ഇവിടെ പുറത്തുനിന്നുള്ള സ്കൂളിലെ പിള്ളേർക്കോ മറ്റുള്ളവർക്കൊക്കെ ഇവിടെ പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? പങ്കെടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഓൾറെഡി കുറച്ച് പിള്ളേരുണ്ട്, പുറത്തുനിന്നുള്ള സ്കൂളിലുള്ളവരുണ്ട്. വിമല സെൻട്രൽ സ്കൂളിൽ അല്ലാത്ത പിള്ളേരും ഇവിടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊപ്പം. അതെ. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഈ ക്യാമ്പിനും. ഇനി എപ്പോഴാണ് ക്യാമ്പ് വരുന്നത്? ക്യാമ്പിന് ഇപ്പോ 12th അവസാനിക്കും. ഈ ക്യാമ്പിന്റെ ഇടയിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റും? പറ്റും. നമുക്ക് ഇവിടെ റെഗുലർ ക്ലാസ് സാറ്റർഡേ സൺഡേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്കേറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളിലെ പിള്ളേർക്ക് മാത്രമല്ല, എവിടെയുള്ള പിള്ളേർക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് മിസ്റ്റർ വിനായകൻ ഇവിടെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവിടെ പങ്കെടുക്കാം. വിനായകനോട് ചോദിക്കാനുള്ള, താങ്കളുടെ എനിക്ക് ഈ സ്കേറ്റിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ആളാണ്. അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു തരേണ്ടി വരും. താങ്കളുടെ പ്രത്യേകത എന്താ? ഈ കോച്ച് ആവാനായിട്ട് താങ്കൾ ഈ സ്കൂള് നിയമിച്ചപ്പോ താങ്കളുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് താങ്കൾക്ക്? ഉണ്ട്. ഞാനിപ്പോ ഒരു 15 കൊല്ലത്തിന് മേലെ സ്കേറ്റിംഗ് ചെയ്യുന്നു. ഇപ്പോഴും സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കൂടുതൽ റോൾ ബോൾ പ്ലെയർ ആണ്. ഞാൻ റോൾ ബോൾ നാഷണൽ പ്ലെയർ ആണ്. കേരളത്തിന് വേണ്ടി ഇപ്പോ കറണ്ട് കേരള ടീമിൽ അംഗമാണ്. അപ്പൊ എല്ലാവരും കയ്യടി കൊടുത്തേ നിങ്ങളുടെ കോച്ചിന് വേണ്ടിയിട്ട്. പിന്നെ താങ്കൾ എന്തെങ്കിലും ഇതില് അംഗമാണോ? എന്താണ് താങ്കളുടെ? ഞാനിപ്പോ ഈ റോൾ ബോൾ എന്ന് പറഞ്ഞൊരു സ്ട്രീമില് ഞാൻ NIS ഇവിടെ പഞ്ചാബില് ഒരു 6 വീക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സർട്ടിഫൈഡ് കോച്ചാണ്. NIS സർട്ടിഫൈഡ് കോച്ചാണ്. NIS സർട്ടിഫൈഡ് കോച്ചായ മിസ്റ്റർ വിനായകന്റെ കീഴില് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് വൈകണ്ട. നമ്മൾ ഇവരുടെ കോണ്ടാക്ട് നമ്പർ വെക്കും. ആവശ്യക്കാര് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് മിസ്റ്റർ വിനായകനല്ലേ കോണ്ടാക്ട് ചെയ്യേണ്ടത്, കോണ്ടാക്ട് നമ്പർ വെക്കും. അപ്പോ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട. Won't you wait for me? I need you to stay right there. I'm coming right away, my dear. I tried this, tried that, tried everything. Coming right back, right back. Won't you wait for me? I need you to stay right there. I'm coming right away, my dear.
from me. I need you to stay right there. I'm coming right away, my dear. I tried this, tried that, tried everything. Coming right back, right back. Won't you wait for me? I need you to stay right there. I'm coming right away. നമുക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് എക്സ്ട്രാ സ്കിൽസ് ഉള്ള നമ്മുടെ സ്റ്റേറ്റിനും നാഷണലിനും ഒക്കെ വേണ്ടിയിട്ട് മത്സരിച്ച താരങ്ങളെ നമ്മുടെ മിസ്റ്റർ വിനായകൻ കോച്ച് തന്നെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരും. മിസ്റ്റർ വിനായകൻ തുടങ്ങിക്കോ. ഓക്കെ, ഇത് നമ്മുടെ ക്ലബിലെ കുറച്ച് എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. ഇവര് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണ്. ഇത് ദേവേന്ദ്രൻ, ഇവൻ തുടങ്ങിയിട്ട് ഒരു 2 years ആയിട്ടുള്ളൂ. നന്നായിട്ട് സ്പീഡ് ചെയ്യും, നന്നായിട്ട് റോൾ ബോൾ കളിക്കും. ഇവനിപ്പോ തൃശ്ശൂരിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തായിരുന്നു ലാസ്റ്റ് സ്റ്റേറ്റ് മീറ്റിന്. ഇത് ജോസ്ലിൻ, നമ്മുടെ ഇവിടെ നാഷണൽ ടീമിന് വേണ്ടി കളിച്ച ആളാണ്. സബ് ജൂനിയർ കാറ്റഗറിയിൽ ഗേൾസ് ടീമിന് വേണ്ടി കളിച്ചതാണ്. പൂനെയിൽ വെച്ചായിരുന്നു മത്സരം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നാഷണൽ കളിച്ച പ്ലെയറാണ്. അടുത്തത് ആർദ്ര, ഇത് നമ്മുടെ ടീമിന്റെ ഗോളിയാണ്. സബ് ജൂനിയർ കാറ്റഗറിയിലെ ഗേൾസ് ടീമിന്റെ ഗോളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ വേണ്ടി റെപ്രസെന്റ് ചെയ്തു. സെലക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആൾക്ക് പോകാൻ പറ്റിയില്ല. അടുത്തത് ജുവാൻ, ആളും സ്പീഡും റോൾ ബോളിലൊക്കെ അനവധി മെഡൽസും കാര്യങ്ങളൊക്കെ വരുന്ന ആളാണ്. ക്ലബിലെ അത്യാവശ്യം സ്പീഡുള്ള ആളാണ്. ആളും കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ഡിസ്ട്രിക്ട് ടീമിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തായിരുന്നു. പിന്നെ ഇത് നസ്നി, ആള് തുടങ്ങിയിട്ട് ഒരു 1 year പോലും ആയിട്ടില്ല, പക്ഷെ ആൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. ആളിപ്പോ സീനിയർ കാറ്റഗറിയിൽ നമ്മുടെ കേരള റോൾ ബോൾ ടീമിന്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ ടീമിലോട്ട് ഇടം നേടാൻ സാധിച്ചില്ല. അതിനി വരും ചാമ്പ്യൻഷിപ്പുകളിൽ ഇനിയും അവസരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ള നാഷണലും സ്റ്റേറ്റും കളിച്ച പ്ലേയേഴ്സ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ വക സ്പെഷ്യൽ പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങളിൽ ആർക്കെങ്കിലും സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരുമായി കോൺടാക്ട് ചെയ്യുക. അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ ഈ ടൈപ്പ് വീഡിയോകൾ ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേക കഴിവുകളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ നമ്പർ എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങളും പൊതു മധ്യത്തിൽ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ആരും അധികം വൈകണ്ട. ഇങ്ങനത്തെ വേനലവധിയല്ലേ, വേനലവധി നേരത്തെ പിള്ളേർക്കൊക്കെ നല്ലൊരു പറ്റിയ കായിക വിനോദം തന്നെയാണിത്.